അപ്പോഴേ ഇവിടെ ഫുൾ ടൈം പണിയാണ്. ഇപ്പോൾ ചൂടൊക്കെ ആയിട്ട് നല്ല പരിപാടിയിൽ നിൽക്കുക. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളിവിടുത്തെ എന്താണ്ട് കുളങ്ങളൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങി. കുളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഞാൻ പറയാം, മിക്കവാറും ആർക്കും അറിയത്തില്ല. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഫുൾ ടൈം ഒരു വ്ളോഗറാണെന്നാണ്. അല്ല, എൻ്റെ മെയിൻ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വാകൾച്ചറാണ്. അപ്പോൾ ഞങ്ങളിവിടെ അലങ്കാര മത്സ്യ കൃഷിയായിട്ടോ, ഞാനൊരു മത്സ്യ കർഷക കൂടിയാണ്. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങളിവിടെ കഴിക്കുന്ന മീനുകളും ഉണ്ട്, അതേപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങൾ ഒന്നിച്ച് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഒരു 2 വർഷം കൊണ്ട് ഞങ്ങൾ മൊത്തം അലങ്കാര മത്സ്യത്തിലേക്ക് മാത്രം അങ്ങ് മാറി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിലോപ്പിയ, മറ്റേ അനാബസ്, അതായത് കൈതക്കോര, അങ്ങനെയുള്ള കഴിക്കുന്ന എല്ലാ മീനുകളും ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ വില അങ്ങ് ഇടിവായിപ്പോയി കേട്ടോ. ഒരുപാട് ഇടിഞ്ഞപ്പോഴത്തേക്ക് നമുക്കത് പറ്റത്തില്ല. വലിയ വിലയുള്ള തീറ്റയൊക്കെ മേടിച്ച് കൊടുത്ത് നമ്മൾ വിൽക്കാൻ തുടങ്ങിയപ്പോഴത്തെ ഭയങ്കര നഷ്ടമായി. അപ്പോഴും ഞങ്ങൾ ഇനിയിപ്പോൾ 2 വർഷം കൊണ്ട് ഫുൾ അലങ്കാര മത്സ്യം മാത്രം, അതായത് എല്ലാ അലങ്കാര മത്സ്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങളിപ്പം ഈ വർഷത്തെ നമ്മൾ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് ഇത് ഞങ്ങളെ ഒരു നഴ്സറി പോണ്ട ഇതും വേണ്ട ഇതും. അപ്പം ഈ അടുത്ത സീസണിലേക്കുള്ള മീൻ ഇടാൻ വേണ്ടി ഇനിയിപ്പം മഴ വരുമല്ലോ, അപ്പോൾ അതിന് മുമ്പേ ഞങ്ങൾ കുളമെല്ലാം വൃത്തിയാക്കണം. അപ്പോൾ മീനെല്ലാം പിടിച്ച് മാറ്റി. അപ്പോൾ ഇതെല്ലാം കുളമെല്ലാം വൃത്തിയാക്കിയിട്ട് ക്ലോറിനെല്ലാം ഒഴിച്ച് ഇട്ടേക്കുവാണ്. ഇനിയിപ്പോൾ അടുത്ത സീസണിലേക്കുള്ള മീനുകൾ ഏതാണെന്ന് ഓരോന്നിലും തീരുമാനിച്ചിട്ടില്ല. അപ്പം ഞാനിത് എടുത്ത് പറയാൻ കാര്യം എന്താണോ, എല്ലാവരുടെയും വിചാരം ഞാൻ ഒരു വ്ളോഗർ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറെ പണികളൊന്നും ഇല്ല, ചുമ്മാ ഇങ്ങനെ വീഡിയോ ഇട്ട് മാത്രം ഞാൻ നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരിക്കലും അല്ല കേട്ടോ, ഞാനൊരു അസലൊരു മത്സ്യ കർഷക കൂടിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാമേ. എൻ്റെ ഈ ഒരു കുളം കണ്ടോ, ഈ ഒരു കുളം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഇപ്പം വിളവെടുപ്പ് കഴിഞ്ഞ് കാർപ്പായിരുന്നു, കോഴിക്കാർപ്പ് കിടന്ന് പോണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം പിടിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിനകത്ത് വെള്ളം പറ്റിച്ചിട്ട് ക്ലോറിൻ ഒഴിച്ചിട്ടേക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ഇതിനകത്ത് മോട്ടർ വെച്ച് കേട്ടോ. എൻ്റെ സൗണ്ട് ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല, മോട്ടറിൻ്റെ സൗണ്ടും ഉണ്ട്. ഇപ്പോൾ പാണ്ടാമോള് കിടന്നായിരുന്നു ഇതിനകത്ത്. അപ്പോൾ അത് ഇപ്പം എന്താണ്ട് വെള്ളം പറ്റിച്ചുകൊണ്ടിരിക്കുമോ. ഇനി അത് കഴിഞ്ഞിട്ട് അത് വൃത്തിയാക്കണം. ഇനിയിപ്പോൾ അടുത്ത ഏതാ മീൻ ഇടുന്നതെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അപ്പോൾ ഈ പ്രാവശ്യം ഇതിൽ കോഴിക്കാർപ്പിട്ട്, പക്ഷേ അടുത്ത സീസണിൽ അത് തന്നെ ആയിരിക്കണമെന്നില്ല. എന്ന് വെച്ചാൽ നമ്മളെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട്, ഒരുപാട് ഷോപ്പുകളിലേക്ക് നമുക്ക് ഇവിടുന്ന് മീനുകൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ താല്പര്യവും കൂടെ ചോദിച്ചതിന് ശേഷം ഞങ്ങൾ മീൻ ഇതിനകത്ത് ബ്രീഡ് ചെയ്ത് ഇവിടെ തുടങ്ങത്തുള്ളൂ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീസൺ അവർക്കല്ലേ അറിയത്തുള്ളേ, ഷോപ്പുകാർക്ക് ഏതൊക്കെ മീനായിരിക്കും കൂടുതൽ പോകുന്നതെന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയതായിരിക്കത്തില്ല ഇപ്രാവശ്യം കൂടുതൽ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിവിടെ ചെയ്യും. പിന്നെ വേണ്ട ഞങ്ങളിവിടുത്തെ ഏറ്റവും വലിയ കുളവും ഏറ്റവും ആഴം കൂടിയതുമായ കുളമാണ് കേട്ടോ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഭാർഗവീ നിലയം പോലെ കിടപ്പുണ്ട് കേട്ടോ. സംഭവം പായൽ, ഇതിനകത്ത് ഒരുപാട് മീനുണ്ടായിരുന്നു കേട്ടോ. കാർപ്പ്, മോർപ്പ്, അതേ കണക്ക് ഏഞ്ചൽ, എല്ലാം വെറൈറ്റിയും കൂടെ ഒന്നിച്ച് കിടന്നൊരു കുളമാണ്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ അതെല്ലാം പിടിച്ച് ഞങ്ങൾ മാറ്റിയിട്ട് പായലായിട്ടുണ്ട് കേട്ടോ. നിറയെ പായലായി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോരും, പക്ഷെ ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ചൂട് കൂടെ ആയപ്പോഴത്തേക്ക് ഇതെല്ലാം കിടന്ന് ചീഞ്ഞ് ആകെ ഇതായി. ഇനിയിപ്പോൾ അതുകൂടെ ഒന്ന് കുളവും കൂടെ വൃത്തിയാക്കും. ഏറ്റവും ഞങ്ങൾ ആഴം കൂടിയ കുളമാണ് കേട്ടോ. അവിടെ ഇതാണ് എൻ്റെ ലോകം, അതായത് ഞങ്ങളെ ഹാച്ചറി ഇതാട്ടോ. അതെ, ഓരോ ടാങ്കിലും ഞാൻ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഓടി വരുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് എത്ര ക്ലിയർ ആവുമെന്ന് അറിയത്തില്ല. അപ്പുറത്ത് മോട്ടർ ഇരിപ്പുണ്ട്, പിന്നെ ഇതിനകത്ത് മോട്ടർ വർക്ക് ചെയ്യുന്നത്. അവിടെ ഇതിപ്പോൾ കണ്ടോ, ഇതെല്ലാം നമ്മളെ മോർഫിൻ്റെ കുഞ്ഞുങ്ങളാണ്. മോർഫ് എന്ന് പറയും. അപ്പോൾ അലങ്കാര മത്സ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മീനാണ് മോർഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിൽ ഈ ഹാച്ചറിക്കകത്ത് വെച്ചാൽ ഞങ്ങൾ എല്ലാ മീനുകളെയും ബ്രീഡ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്റ്റേജ് അനുസരിച്ച് ഞങ്ങൾ കുളത്തിലോട്ട് ഇടും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനെല്ലാം കുളത്തിലിടാറായി. പക്ഷേ ഇപ്പോൾ കുളം വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഇവരെല്ലാം ഞങ്ങളത് കുളത്തിലിടും. കുളത്തിലാണ് കറക്റ്റ് ഇത് പെട്ടെന്ന് വളരുന്നത്. എന്ന് വെച്ചാൽ നാച്ചുറൽ പോണ്ടിൽ എപ്പോഴും വളർച്ച ഹെൽത്തി ആയിരിക്കും, പെട്ടെന്നായിരിക്കും, നല്ല മീനുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ കുളത്തിലോട്ട് ഇട്ടിട്ട് പിന്നെ കുളത്തിൽ നിന്ന് കോരിയാണ് നമ്മൾ ഷോപ്പുകളിലേക്ക് കൊടുക്കുന്നത്. എൻ്റെ കുറച്ച് പിള്ളേർ ഇവിടെ ഉണ്ട് കേട്ടോ. ഹലോ ഹലോ ഹലോ, കഴിക്കണ്ടായോ? ഇനി ഞാൻ നേരത്തെ കുറച്ച് കുട്ടി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഇങ്ങോട്ട് കയറി വരുമ്പോഴുണ്ടല്ലോ, അതുകൊണ്ട് അവർക്ക് ഇന്നിപ്പോൾ ഒരു ഇതല്ല. മറ്റേത് രാവിലെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഓസ്കാറാണ് കേട്ടോ. വരുമ്പോൾ തന്നെ നമ്മളെ അനക്കം കേൾക്കുമ്പോഴത്തേക്ക് ഇത് ഏതെങ്കിലും ഒരു മൂലയ്ക്കാൻ നിൽക്കുന്നെങ്കിലുണ്ടല്ലോ, ഓടി എല്ലാം കൂടി ഇഞ്ഞെത്തും. അപ്പോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് മോർഫിനെ കേട്ടോ ബ്രീഡ് ചെയ്യുന്നത്. എൻ്റെ ഇവിടെ കിടപ്പുണ്ട് ബനാന മോർഫ്, വൈറ്റ് മോർഫ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രീഡിംഗ് എന്ന് പറയുന്നത് ഇച്ചിരി രസകരമാണ് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ മുട്ടയിടും. ഫീമെയിൽ മുട്ടയിടുമ്പോൾ ഈ മുട്ടയെല്ലാം കൂടെ മെയിൽ വായിലാക്കും. അതായത് അമ്മ മുട്ടയിടുമ്പോഴത്തേക്ക് ആ മുട്ടയെല്ലാം കൂടെ അച്ഛൻ വായിക്കകത്താക്കി വെക്കും. അപ്പം ഈ മുട്ടയെല്ലാം വായിലിരുന്നാണ്, അതായത് അച്ഛൻ്റെ വായിലിരുന്നാണ് ഇത് വിരിഞ്ഞ് കുഞ്ഞുങ്ങളാവുന്നത്. അപ്പം അത്രയും നാളും ഈ കുഞ്ഞുങ്ങളെ വായി തന്നെ ഇരിക്കുന്നുണ്ട്. ഈ മെയിൽ ഫിഷ് ഫുഡ് കഴിക്കത്തില്ലല്ലോ. അപ്പം ഞങ്ങളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കകത്തിരുന്ന കുഞ്ഞുങ്ങൾ വിരിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ മെയിലിനെ ഇനി എടുത്തിട്ട് പതുക്കെ വായി ഇങ്ങനെ തുറന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് തന്നെ കുഞ്ഞുങ്ങൾ വെളിയിലോട്ട് ഇറങ്ങും.
അപ്പം അല്ലേ ആ മെയിൽ ഭക്ഷണം കഴിക്കാതിരുന്നിരുന്ന് കുഞ്ഞുങ്ങളെല്ലാം വളർന്ന് വെളിയിൽ വരുമ്പോഴത്തേക്ക് അച്ഛൻ ക്ഷീണിച്ച് അവശനായി ആകെ ഇതായിപ്പോവും. ഞാനൊരു വീഡിയോ എൻ്റെ ചെയ്തിട്ടുണ്ട്, എൻ്റെ ലിങ്ക് ഞാനിടാം കേട്ടോ. ആ വേണ്ട ഈ കിടക്കുന്നുണ്ടോ? ഹായ് ഹായ്, ഇത് വിടോട്ടെട്ര ഗ്രീനാട്ടോ. ഇതിൻ്റെ എല്ലാ കളറും ഉണ്ട്, ഒരുവിധപ്പെട്ട എല്ലാ കളറും ഉണ്ട്. പപ്പിളൊക്കെ നല്ല ഭംഗിയായിട്ടോ. അയ്യോ നിങ്ങളെ തീറ്റി അല്ലല്ലോ ഇത്, ഓസ്കാർ ചേട്ടന്മാരുടെ തീറ്റിയാ. നമ്മളെ ഈ സ്ഥിരം ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവർക്ക് പിന്നെ മത്സ്യങ്ങളാണേലും അതിൻ്റെ ഒരു ഇതുണ്ട്. നമ്മൾ വരുമ്പോഴത്തേക്ക് തീറ്റി കൊണ്ട് വന്നയാന്നുള്ള ആ ഒരു ഇതിൽ ഇവരെല്ലാം ഓടും. ഇതിപ്പോൾ ഇന്ന് രാവിലെ തീറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എല്ലാവരും മതി ഇത്രയും മതി തീറ്റി മാറി കൊടുത്തിട്ട് ഇനി അതുകൊണ്ട് ആ ഒരു കോൾ ഇട്ടുകൊണ്ട് എല്ലാം കൂടി ഇട്ട് കൊത്തുന്നുണ്ട്. ഹൈ ഹൈ. അപ്പോഴും ഞാൻ നേരത്തെ നിങ്ങളെടുക്കെ പറഞ്ഞില്ലായിരുന്നു, ഞങ്ങൾ കുളത്തിലെ വെള്ളമെല്ലാം പറ്റി വരുമ്പോഴത്തേക്ക് ക്ലോറിൻ ഒഴിച്ചെല്ലാം വൃത്തിയാക്കുമെന്ന്. അപ്പം വേണ്ട ക്ലോറിൻ താണ്ട് ഞങ്ങൾ ഇതേ കണക്ക് വലിയൊരു ബാരൽ ഇത്രയും മേടിക്കും, ഇത്രയും ആവശ്യം വരും. ഈ ഒരു ബാരൽ നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ദേഹത്തൊന്നും വീഴാതെ. ഭയങ്കര വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ, നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്ക് ഒരു എരിച്ച ഒരു ദുർഗന്ധമാണ് അതിൻ്റെ. അപ്പോൾ നമ്മൾ കഴിവതും നമ്മളെ കയ്യിലൊന്നും വീഴാതെ എടുക്കാതെയൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഒഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടേ കണ്ടില്ലയോ, ഇതേ കണക്ക് കുളം പറ്റി വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അപ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ വീശി എറിഞ്ഞ് നല്ല രീതിയിൽ കൊടുക്കും. ഒരു എന്ന് വെച്ചാൽ കളമത്സ്യങ്ങൾ, അതേ കണക്ക് മീനിൻ്റെ നേരത്തെയുള്ള മീനിൻ്റെ മുട്ടകൾ, പിന്നെ ഒരു പരിധി വരെ നമുക്ക് ചേറും നശിപ്പിക്കാൻ നമ്മളെ ഈ ക്ലോറിൻ സഹായിക്കും കേട്ടോ. ഈ ക്ലോറിൻ വെച്ചാൽ നമ്മൾ ഈ അലക്ക് സോപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ നിർമ്മിക്കുന്ന ആ ക്ലോറിനായത് കേട്ടോ. അപ്പോഴേ ഇതേ കണക്കിങ്ങനെ വീശി എല്ലാ കുളങ്ങളിലും ഇങ്ങനെ എറിയും. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റും, ആ ഒന്നാണ്ട് ചേറൊക്കെ ഇങ്ങനെ മാറി വരും കണ്ടോ.